മൂന്നാം ഗോളിനായി കാത്തിരുന്ന ആരാധകരെ തേടി 29-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വന്നു. കിക്കെടുക്കാൻ നിന്നത് അലക്സാണ്ടർ അർണോൾഡും അർദാ ഗുളറും. ഫ്രീ കിക്കുകൾ അനവധി വലയിലെത്തിച്ച ട്രെൻഡ് ആ കിക്കെടുക്കുമെന്നായിരുന്നു റയൽ ആരാധകരുടെ പ്രതീക്ഷ. ബയേൺ താരങ്ങളും ഒരുപക്ഷെ അതുതന്നെ ചിന്തിച്ചു കാണണം. അവിടെയാണ് അർദാ ഗുളർ സർപ്രൈസ് ക്യാമിയോയുമായി വരുന്നത്. ബയേണിൻ്റെ 5-മെൻ വാളിന് മുകളിലൂടെ സാക്ഷാൽ മാനുവൽ നോയറിനെ മറികടന്ന് ഗുളറിൻ്റെ ഇടങ്കാലൻ കിക്ക് പോസ്റ്റിൻ്റെ വലതുമൂലയിൽ വിശ്രമിച്ചു. അഗ്രിഗേറ്റിൽ റയൽ വീണ്ടും ബയേണിനൊപ്പമെത്തി. നോയറിനെ മറികടന്ന് ഒരു ഫ്രീ കിക്ക് വലയിലെത്തുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച കണ്ട് ഗാലറി ഒന്നാകെ കോരിത്തരിച്ചു. പിന്നാലെ ലീഡെടുക്കാൻ ഇരുകൂട്ടറും തുനിഞ്ഞിറങ്ങിയതോടെ മത്സരാവേശം ഇരട്ടിയായി. 36-ാം മിനിറ്റിൽ ബയേണിൻ്റെ മികച്ചൊരു ഗോൾ ശ്രമം ലുനിൻ തടഞ്ഞിട്ടെങ്കിലും തൊട്ടടുത്ത മിനിറ്റിൽ ഗോൾ വന്നു. ഉപമാക്കാനോ നൽകിയ പാസിനെ കെയ്ൻ പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ റയൽ ഡിഫൻസ് ഒന്നാകെ നോക്കുകുത്തികളായി. എന്നാൽ ഇടവേളക്ക് പിരിയും മുമ്പേ വിനിയുടെ പാസിൽ എംബാപ്പെ നോയറിനെ കീഴടക്കിയതോടെ അഗ്രിഗേറ്റ് സ്കോർ 4-4-ലെത്തി. 45 മിനിറ്റ്, 5 ഗോളുകൾ. അഗ്രിഗേറ്റിലാകെ പിറന്നത് 8 ഗോൾ. ആവേശത്തിൻ്റെ പീക്ക് മൊമെൻറ്റ്സ് ആണ് റയൽ ബയേൺ ഫിക്സർ ആരാധകർക്ക് നൽകിയത്. ഇതിൻ്റെ തുടർച്ച രണ്ടാം പകുതിയിലും കാണാമെന്ന് എല്ലാവരും കരുതി. ആ കണക്കുകൂട്ടലുകൾ തെറ്റിയതുമില്ല. ഇരു ഗോൾ പോസ്റ്റിലേക്കും ഷോട്ടുകൾ വെടിയുണ്ട കണക്കെ പാഞ്ഞു. നോയറിനും ലുനിനും ഗോൾ ബാറിന് കീഴിൽ കാര്യമായ അധ്വാനം തന്നെ വേണ്ടി വന്നു. ഒലീസയുടെയും വൽവർഡെയും ഷോട്ടുകളെല്ലാം നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. സമനിലയും പിന്നാലെ എക്സ്ട്രാ ടൈമും കണക്കുകൂട്ടി ആരാധകർ ഇരിക്കവേ കളിയുടെ ഗതിയാകെ മാറ്റിമറിച്ച റെഡ് കാർഡ് വന്നു. ഹാരി കെയ്നെതിരെ നടന്ന ഫൗളിൻ്റെ പേരിൽ മത്സരം നിർത്തിയിട്ടും കളി തുടർന്ന കമാവിങ്ങൾക്ക് നേരെ ടൈം വേസ്റ്റിംഗ് എന്ന കാരണം കാണിച്ച് റഫറി മഞ്ഞക്കാർഡ് ഉയർത്തുന്നു. വെറും 8 മിനിറ്റ് മുമ്പ് ആദ്യം മഞ്ഞക്കാർഡ് കണ്ട താരം ഇതോടെ പുറത്തേക്ക് നടക്കേണ്ടി വരുന്നു. ടച്ച് ലൈനിന് വെളിയിൽ അർബലോവയും കളിക്കളത്തിനകത്ത് റയൽ താരങ്ങളും റഫറിയോട് അപ്പീൽ ചെയ്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. കളിയുടെ നിർണായക സമയത്ത് റയൽ 10 പേരിലേക്ക് ചുരുങ്ങി.